നമസ്കാരം. ഇന്ന് മെയ് 8 കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ ഇന്നു മുതൽ പുതിയ രൂപത്തിൽ വരികയാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു യാത്ര ചെയ്യുകയാണിന്ന്. ഞങ്ങളിപ്പോൾ വീട്ടിലാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ കാഞ്ഞങ്ങാട് പോകണം. കാഞ്ഞങ്ങാട് നിന്ന് ട്രെയിൻ കയറി നേരെ കണ്ണൂരിലേക്ക്. ചുട്ടുപൊള്ളുന്ന വെയിലാണ്. 1 മണിയായി. ഇനിയിപ്പോൾ ഈ നേരത്താണ് കാഞ്ഞങ്ങാടേക്ക് പോകാനുള്ളത്. 1 മണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട് സ്കൂട്ടറിന്. അങ്ങനെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ പൈസയൊക്കെ കൊടുക്കുന്ന സ്ഥലം. റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തും വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള കുറച്ച് സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. കാഞ്ഞങ്ങാട് നിന്ന് കണ്ണൂരേക്ക് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിൻ മംഗളൂരു MGR ചെന്നൈ സെൻട്രൽ മെയിലാണ്. കറണ്ട് ബുക്കിംഗ് വഴിയാണ് ടിക്കറ്റ് എടുത്തത്. സ്ലീപ്പർ ക്ലാസ്. ഇതിൻ്റെ അൺറിസർവ്ഡിലൊക്കെ നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ സ്ലീപ്പർ ബുക്ക് ചെയ്തു. ഇതാണ് ICF ഉത്കൃഷ്ട കോച്ച്. ഇതൊക്കെ LHPയിലേക്ക് മാറേണ്ട സമയം കഴിഞ്ഞ്. നീലേശ്വരത്തെത്തി. ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കാഞ്ഞങ്ങാട് പോയി കയറിയത്. ഞങ്ങളുടെ ഹോം സ്റ്റേഷൻ. അങ്ങനെ കണ്ണൂരെത്തി. ഇനി നമുക്ക് പോകാനുള്ള ബാംഗ്ലൂർ വണ്ടി ഇവിടെ നിന്നുള്ളത് 5:05-നാണ്. അതിന് മുന്നേ തന്നെ നമുക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഒരു ഫലൂദയും ഒരു ചിക്കുമാണ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തത്. നല്ല ചൂടല്ലേ, അപ്പോൾ തണുത്തതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ പുതിയ കോച്ചുകളുമായി കണ്ണൂർ KSR ബംഗളൂരു എക്സ്പ്രസ് കടന്നു വരികയാണ്. റിവേഴ്സാണ്. (2025) മേഡ് കോച്ചാണ്. അൺറിസർവ്ഡ് ഒരെണ്ണം. ഇതും അതെ, 2025 മേഡ്. A1 സെക്കൻഡ് AC 2012 അപ്പോൾ മുഴുവനും ബ്രാൻഡ് ന്യൂ അല്ല. 2018 എല്ലാം മിക്സിംഗ് ആണ്. ഇത് 2021 H1 ഫസ്റ്റ് AC. സ്ലീപ്പർ ക്ലാസ്സും കൂടെ നോക്കണം. ഇതും പഴയ കോച്ചാണ്. 2018 സ്ലീപ്പർ S7 വരെയാണ്. 2018 ഏകദേശം എല്ലാം അതുപോലെ തന്നെയാണ്. 2017 ഇത് 2025 S5. ഇത് പുതിയത് 2025 മേഡാണ് ഈ കോച്ച്. S3 S2 അതുപോലെ തന്നെയാണ് 2025. S1 അതെ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. S1 ഈ അൺറിസർവ്ഡ് കോച്ചും അതേ തോന്നുന്നു. അതെ, 2025.
ട്രെയിൻ നമ്പർ 165-12 കണ്ണൂർ KSR ബംഗളൂരു എക്സ്പ്രസിൻ്റെ S2 കോച്ചാണിത്. ഇത് 2025 മേഡ് തന്നെയാണ്. ഇതിൻ്റെ ബാക്കി കോച്ചുകളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, കാരണം തേർഡ് AC സെക്കൻഡ് AC ആയാലും 2025 മേഡല്ല, 2018 നേരത്തെ കണ്ടല്ലോ. ഈ കോച്ചിൻ്റെ ഭാഗമൊക്കെ അടിപൊളിയാണ്. വാഷ് ഏരിയൻ്റെ ഭാഗമൊക്കെ കണ്ടില്ലേ. ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സീറ്റിൻ്റെ കളറ് തന്നെ വളരെയധികം ഡിഫറെൻ്റാണ്. അതായത് ഒരു കാപ്പി കളറാണ്. നമ്മുടെ ബെർത്ത് ഇവിടെയാണ് 40-39, അതായത് ഒരു സൈഡ് അപ്പറും ഒരു സൈഡ് ലോവറും. ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മിറർ നമുക്കിവിടെ കാണാം. 3 ചാർജിങ് പോർട്ട് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ നോർമലി സ്ലൈഡ് ചെയ്യേണ്ട വിൻഡോ തന്നെയാണ്. ഇത് ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് രാവിലെ ഇവിടെ എത്തിയ വണ്ടിയാണ്. വൃത്തിയൊക്കെ ഓക്കെയാണ്, നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. ടോയ്ലറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയുള്ളത് വെസ്റ്റേൺ ടൈപ്പാണ്, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് തന്നെയാണ്. പിന്നെ ഈ ഭാഗത്തെ ടോയ്ലറ്റ് ആയാലും നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനില്ലേ അതിൻ്റെയൊക്കെ ഒരു സമാനമായിട്ടുള്ളൊരു നല്ല വൃത്തിയിലുള്ള നല്ലൊരു ടോയ്ലറ്റിൻ്റെ അകത്ത് തന്നെ കയറുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഇല്ലേ, അതെന്തായാലും ഇതുണ്ട്. കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യം പിന്നെ എന്താണെന്ന് പറയുന്നില്ലേ. ഇപ്പം എന്തായാലും അടിപൊളിയാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതാ വെള്ളമൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ടോയ്ലറ്റിന് ഇപ്പോൾ നമുക്ക് 100-ൽ 100 മാർക്ക് തന്നെ കൊടുക്കാം. കണ്ണൂരിൽ നിന്ന് കറക്റ്റ് 5:05 തന്നെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഈ തൊട്ട് മുന്നിൽ കാണുന്ന വണ്ടി മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്. അതിൻ്റെ അൺറിസർവ്ഡിലത്തെ തിരക്കുണ്ടോ. 6:05 കണ്ണൂരിൽ നിന്ന് യശ്വന്ത്പൂരിലേക്ക് പോകുന്ന ട്രെയിനാണിത്. ഷണ്ടിങ്ങിന് വേണ്ടി പോവുകയാണത്. കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് 2 വണ്ടികളാണുള്ളത്. 2 അല്ല 3 ഉണ്ട്. ഇവിടുന്ന് തന്നെ പുറപ്പെടുന്ന വണ്ടികൾ 2 ഒന്ന് മംഗലാപുരം വഴി ഇപ്പം നമ്മൾ പോകുന്ന വണ്ടി, മറ്റൊന്ന് ഈ കാണുന്ന വണ്ടി. പിന്നെ ഒന്നുള്ളത് മംഗളൂരു സെൻട്രൽ യശ്വന്ത്പൂർ വീക്ക്ലി എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനില്ലേ ഇത് സേലം വഴി പോകുന്ന വണ്ടിയാണ്. ഇതിന് ഒരുപാട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. യശ്വന്ത്പൂർ കണ്ണൂരുണ്ട്, അതുപോലെ യശ്വന്ത്പൂരിൽ നിന്ന് ബിഹാരി, അതുപോലെ യശ്വന്ത്പൂരിൽ നിന്ന് ലത്തൂർ. ഇതിൻ്റെ അൺറിസർവ്ഡിലൊന്നും കാല് കുത്താനുള്ള സ്ഥലമില്ല. നമ്മുടെ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പുള്ളത് ഇനിയിപ്പോൾ പയ്യന്നൂരാണ്. ഈ ട്രെയിനിൻ്റെ അകത്ത് തന്നെ, അതായത് ഈ കോച്ചിൻ്റെ അകത്ത് അങ്ങ ഭാഗത്ത് 2 പേരല്ലാതെ വേറെ ആരും തന്നെ ഇല്ല. ഈ നമ്മുടെ ഈ ബർത്തിൽ തന്നെ വന്നിരിക്കാം. ഞാനിത് കറൻറ്റ് ബുക്കിംഗ് വഴി എടുത്തതാണ്, അതുകൊണ്ട് തന്നെ സൈഡ് ലോവറും സൈഡ് അപ്പർ തന്നെ കിട്ടി. വേറെ ആൾക്കാരൊക്കെ എനിക്കൊന്ന് കാസർഗോഡ്, കണ്ണൂർ, നമുക്ക് പയ്യന്നൂരൊക്കെ കഴിയണം തോന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഫുള്ളാവണമെങ്കിൽ വണ്ടി മംഗലാപുരത്ത് എത്തണം. നിലവിൽ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിപ്പോൾ തേർഡ് AC, സെക്കൻഡ് AC, ഫസ്റ്റ് AC, സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ റിസർവ് ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ വാലിഡ് ആയിട്ടുള്ള ID കാർഡ് കയ്യിൽ കരുതണം. കാരണം ഇപ്പം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ TT നമ്മളെ അടുത്തേക്ക് ടിക്കറ്റിന് വേണ്ടി ചെക്ക് ചെയ്യാൻ വരില്ല. ആ സമയത്ത് ചോദിക്കും ID കാർഡ്. അതിപ്പം ഒരാളത് മാത്രമായിരിക്കില്ല. നിങ്ങളിപ്പോൾ ഗ്രൂപ്പായിട്ട് ഒരു 6 പേരൊക്കെയാണ് പോകുന്നത് കൂട്ടിക്കോ, ചിലപ്പോൾ 6 പേരുടെയും ID ചിലപ്പോൾ ചോദിച്ചേക്കാം. ഒരുപാട് പേർക്കുള്ള സംശയമാണ് എന്താണ് LHPയും അതായത് ഉത്കൃഷ്ട് ICF എന്നൊക്കെ പറഞ്ഞാൽ. ഈ തൊട്ട് മുന്നിൽ കാണുന്ന വണ്ടിയില്ലേ ഇതാണ് LHP കോച്ചുള്ള വണ്ടി ഇതാണ്. ICFും അതുപോലെ തന്നെ ഉത്കൃഷ്ട് കോച്ചും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാഞ്ഞങ്ങാട് നിന്ന് കയറി വന്നില്ലേ നമ്മുടെ മെയിൽ, ആ ട്രെയിനൊക്കെയാണ് ICF ഉത്കൃഷ്ട് കോച്ചുകൾ. അതുപോലെ തന്നെ ഈ തേർഡ് ACയിലൊക്കെ ഞാൻ ഈ ഒരു കളർ തീമൊക്കെ കണ്ടിട്ടുണ്ട്, അതായത് തേർഡ് AC എക്കണോമിയിലും തേർഡ് ACയിലൊക്കെ. പക്ഷേ സ്ലീപ്പറിൽ ഈ ഒരു കോമ്പിനേഷൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷേ പല ട്രെയിനിലും ഉണ്ടായേക്കാം. ട്രെയിൻ ഇതാ സ്പീഡ് എടുത്ത് തുടങ്ങിയിരിക്കുകയാണ്.
വളപട്ടണം റിവർ. കണ്ണൂരിൽ നിന്നും ഈ ട്രെയിനിൽ ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് കാഞ്ഞങ്ങാടേക്കാണ്. കറന്റ് ബുക്കിംഗ് വഴിയാണ് ഇതിൽ ബെർത്ത് ബുക്ക് ചെയ്തത്. ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 145 രൂപയാണ്. ഇനി ഉത്കൃഷ്ട കോച്ചും LHB കോച്ചും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളെന്ന് പറയാം. ബെർത്തുകളുടെ കാര്യം എടുത്തു നോക്കുവാണെങ്കിൽ ഉത്കൃഷ്ട കോച്ചിൽ 72 ബെർത്തുകളാണുള്ളത്. LHBയിലേക്ക് വരുമ്പോൾ അത് 80. പിന്നെ അടുത്തതാണ് വേഗത. ഓരോ കോച്ചിനും ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടാവുമല്ലോ. ഉത്കൃഷ്ട കോച്ചിൻ്റെ പരമാവധി വേഗത 110 km/h ആണ്. LHBയിലേക്ക് വരുമ്പോൾ അത് 130, 160 ഒക്കെ ആവും. ഇതേ കാര്യത്തിൽ തന്നെ നമുക്കിതിൻ്റെ സേഫ്റ്റി കൂടി നോക്കണം. ഉത്കൃഷ്ട കോച്ച് 110 km/h സ്പീഡിൽ പോകുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ, അതായത് നല്ലൊരു എന്താ പറയുക കുലുക്കൊക്കെയാണ് ആ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു LHBയിലേക്ക് വരുമ്പോൾ 130 പോയാലും ഒരു പ്രശ്നമില്ല. ആകെയുള്ളൊരു ഡ്രോബാക്ക് അതെടുത്ത് പറയണമല്ലോ, ട്രെയിൻ ഓരോ സ്റ്റേഷനിൽ നിർത്തുമല്ലോ, ആ സമയത്ത് എടുക്കുമ്പോൾ ഒരു ജെർക്കിങ് ഉണ്ടാവും. രാത്രിയിൽ നല്ല രീതിയിൽ കിടന്നൊക്കെ ഉറങ്ങുന്ന സമയത്തായിരിക്കും നല്ലൊരു ജെർക്കിങ് ഉണ്ടാവുക. അത് ഈ LHBയിൽ യാത്ര ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഒരു കാര്യം എന്തായാലും പിടികിട്ടും. പയ്യന്നൂരെത്താനായി ഒരു 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ. മഴക്കാലത്ത് തന്നെ എടുത്ത് പറയണ്ട. മുഴുവനും തെങ്ങുകളാണ്. മഴക്കാലൊന്നും ആവണ്ട, ഇപ്പൊ തന്നെ നല്ല പച്ചപ്പല്ലേ. 5:31 പയ്യന്നൂർ. പയ്യന്നൂർ സ്റ്റേഷനിലൊക്കെ നവീകരണമാണ്. നമ്മുടെ ഈ വണ്ടി കണ്ണൂരിൽ നിന്ന് എല്ലാ ദിവസവും വൈകിട്ട് 5:05 നേരെ പോകുന്നത് ബാംഗ്ലൂരിലത്തെ KSR ബംഗളൂരു, അതായത് ക്രാന്തിവീര സംഗോളി റായ് എന്ന ബംഗളൂരു സ്റ്റേഷനിലേക്കാണ് തോന്നുന്നത്. പലർക്കും ആദ്യമായിട്ട് ബാംഗ്ലൂർ പോകുന്ന ആളുകൾക്ക് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഈ ബാംഗ്ലൂരിലത്തെ ഓരോ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ സ്ഥലത്തിന് പറഞ്ഞ പേരിന് ആ സ്റ്റേഷൻ തന്നെയാണ് KSR ബംഗളൂരു, അതായത് സിറ്റി സ്റ്റേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ മെജസ്റ്റിക് എന്നൊക്കെ പറയും. ബാംഗ്ലൂർ ഒരുപാട് വേറെ സ്റ്റേഷനിലൊക്കെ ഉണ്ട്. അതായത് SMVT എന്ന് പറഞ്ഞ വേറൊരു സ്റ്റേഷൻ. അതായത് നമ്മുടെ ഈ ട്രെയിൻ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ SMVT വരെയാണ് സർവീസ് ഉണ്ടായിരുന്നത്. കാരണം അത് അവിടെ എന്തൊരു ടെക്നിക്കൽ ഒരു വിഷയം കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ വണ്ടി നമ്മൾ കാണിച്ചല്ലോ കണ്ണൂരിൽ നിന്ന് യശ്വന്തൂരേക്ക്, അതുപോലെ തന്നെ യശ്വന്തൂർ പറഞ്ഞൊരു സ്റ്റേഷൻ അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടി പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് പയ്യന്നൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മംഗലാപുരം സെൻട്രലിൽ പോയിട്ട് ലോക്കോ റിവേഴ്സ് ചെയ്തിട്ട് മംഗലാപുരം ജംഗ്ഷൻ, സുബ്രഹ്മണ്യ റോഡ്, സകലേഷ്പൂർ, ഹസൻ വഴിയാണ് ഇത് KSR ബംഗളൂരിലേക്ക് പോകുന്നത്. ടോട്ടലി കണ്ണൂരിനും KSR ബംഗളൂരിനും ഇടയിൽ 16 സ്റ്റോപ്പുകളാണ് ഈ ട്രെയിനുള്ളത്. നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് പോയിട്ട് 2 ജില്ല വടക്കൻ മലബാറുകാർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ ട്രെയിൻ. നേരത്തെ ഈ പറഞ്ഞ ട്രെയിൻ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മുടെ കർണാടകയിലത്തെ MP അതിനൊന്നും സമ്മതിക്കില്ല. കാരണം ഈ കണ്ണൂരേക്ക് നീട്ടി തന്നെ ഭാഗ്യമാണ്. കാരണം കൂടുതൽ ആളുകൾക്ക് എന്താ പറയുക, കർണാടക ആകുമ്പോൾ കർണാടകക്കാർക്കാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ വണ്ടി ആ ഒരു സോണിൻ്റെ കീഴിലുള്ള വണ്ടി കൂടിയാണ്. അഞ്ച് 48 ട്രെയിൻ ഇതാ നീലേശ്വരം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഇവിടെ സ്റ്റോപ്പ്. കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, നീലേശ്വരം ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇതാ റെയിൽവേ ശ്രീ മുത്തപ്പൻ മടപ്പുരയുണ്ട്. ഈ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഇതാ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നീലേശ്വരത്തെ ട്രെയിൻ ഇറങ്ങി നമ്മളിപ്പം നടന്നു പോകുന്ന വഴികൾ ഇവിടെ തന്നെയാണ് മന്നംപുറത്തെ കാവ്. കണ്ണൂരിൽ നിന്നും 62 കിലോമീറ്റർ യാത്ര ചെയ്ത ട്രെയിൻ ഇതാ കാഞ്ഞങ്ങാട് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 6 മണി. അങ്ങനെ KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതാ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. നാളെ വെളുപ്പിനൊരു 6:30 ഇത് ബാംഗ്ലൂർ എത്തും. SWR ആണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ട്രെയിൻ റാക്ക് ഷെയറിംഗ് ഉണ്ട്. SMVT ബംഗളൂരു നിന്ന് മുരുടേശ്വരത്തേക്കുള്ള എക്സ്പ്രസ്. B1 എല്ലാം ഒരുപാട് പഴയ കോച്ച്. B2 2019. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കയറാതിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ പുതിയ വണ്ടികളൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കോച്ചിൻ്റെ അകത്തേക്ക് എല്ലാ കോച്ചിൻ്റെ അകത്തേക്കും കയറാറുണ്ട്. പക്ഷേ ഇതിൻ്റെ AC-കളൊക്കെ വളരെയധികം പഴയതാണ്. അൺറിസേർവ്ഡും സ്ലീപ്പർ ക്ലാസ്സും മാത്രമേ ഉള്ളൂ കുറച്ചും കൂടെ നല്ലതായിട്ട്. ഇവിടെ മംഗളൂരു സെൻട്രൽ, MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ്. ഇത് എടുത്തിട്ട് ചെന്നൈയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. അതിൻ്റെ അൺറിസേർവ്ഡിലെ തിരക്ക് കണ്ട. കാഞ്ഞങ്ങാടിൽ ട്രെയിൻ ഇറങ്ങിയ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു. ഇനി നേരെ പോകുന്നത് ചീമേനി എന്നൊരു സ്ഥലത്താണ്. അവിടുത്തെ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്നൊരു ഉത്സവമാണ്. എല്ലാ വർഷവും പോകാറുണ്ട്. എന്നാൽ ഇത്തവണ ഇന്ന് തന്നെ പോകാമെന്ന് കരുതി. ചീമേനിയിലേക്ക് പോകുന്ന വഴിയാണ്. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ കയ്യൂർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. തൊട്ട് മുന്നിലായി ഒരു ചെറിയൊരു ക്ഷേത്രം കാണാം. പിന്നെ ഇത് മൊത്തം കൃഷിപ്പാടാണ്. ഇനി പോകാനുള്ള വഴിയാണ് ഈ തൊട്ട് മുന്നിലേക്ക് കാണുന്നത്. അതായത് ഇങ്ങനെ പോയി ഇത് വലിയൊരു കയറ്റാണ്. ആ കയറ്റത്തിലൂടെ അങ്ങനെയാണ് ഏത് ഭാഗത്തായാലും, അതായത് നമ്മുടെ ഈ കാസർഗോഡ് ജില്ലേൻ്റെ ഒട്ടുമിക്ക ഭാഗത്തെയും റോഡുകളൊക്കെ ഒന്നിനോടൊന്ന് മികച്ചതാണ്. അടിപൊളി റോഡുകളാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് ചീമേനി ഭാഗത്തേക്ക്. 7 മണി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ട് വന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ പോവാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ പകൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഭംഗി കിട്ടും. ഇപ്പോൾ ഇരുട്ടായി പോയല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ചീമേനിയിലേക്ക് നമ്മൾ പോകാൻ കാരണം എല്ലാ വർഷവും അവിടെ മെയ് മാസത്തിലാണ് ഉത്സവം നടക്കുന്നത്. 10 ദിവസം നീണ്ടു നടക്കുന്ന ഉത്സവം. ഞങ്ങൾ എല്ലാ വർഷവും പോകുന്നതാണ്. ഈ വർഷം 5 മുതൽ, അതായത് മെയ് 5 മുതൽ 15 വരെയാണ് ഉത്സവം വരുന്നത്. ഇന്ന് മെയ് 8 ആണല്ലോ. 2-3 ദിവസമായി അവിടെ ഉത്സവം തുടങ്ങിയിട്ട്. ചീമേനി മുണ്ട്യ കളിയാട്ട മഹോത്സവം തിരുസന്നിധിയിലേക്ക് സ്വാഗതം. ഇതുവഴി ഇനിയിപ്പം നടക്കാം. ഈ നടന്ന് പോകുമ്പോൾ തന്നെ ഒരുപാട് കടകൾ ഇരുവശത്തായിട്ട് നമുക്ക് കാണാം. കുറച്ച് നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് നേരെ ക്ഷേത്രത്തിലേക്ക്. തിരക്ക് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അവസാന ദിവസങ്ങളിലാണ് നല്ല തിരക്ക് വരിക. ഇവിടെ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിന്റെ മെയിൻ ഭാഗങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്.
ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് വീഡിയോ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ പ്രത്യേകം പെർമിഷൻ വേണം. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊന്നും പകർത്തിയില്ല. പെർമിഷൻ ചോദിച്ചാൽ എന്തായാലും കിട്ടും, പക്ഷേ ഞങ്ങൾ പിന്നെ അതിന് മുതിർന്നില്ല. അപ്പോൾ ഈ തൊട്ട് മുന്നിൽ കാണുന്ന ഇവിടെ തന്നെയാണ് ക്ഷേത്രക്കുളം. അന്നദാനത്തിൻ്റെ ആ ഒരു സ്ഥലമൊക്കെ വരുന്നത് അവിടെയാണ്. ഉച്ചയ്ക്കും രാത്രിക്കും അന്നദാനം ഇവിടെ കിട്ടും. പിന്നെ ഇതൊരു തരിശു പാടാണ്. ഇവിടെ തൊട്ട് മുന്നിലായി തന്നെ മുത്തപ്പൻ്റെയും അയ്യപ്പൻ്റെയും ക്ഷേത്രങ്ങളുണ്ട്. അത് നമുക്ക് ആ ട്യൂബ് കാണുന്നില്ലേ, അതുവഴി അങ്ങ് നടന്നിട്ട് പോവാം. ഇതൊരു വലിയൊരു വിസ്താരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ലൊരു രസം തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ വന്നിരിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത്. ഞങ്ങളെന്തായാലും ഈ വർഷം തന്നെ ഒരുപാട് തവണ വീണ്ടും വരും കേട്ടോ. കാരണം ഇനിയിപ്പം ഉത്സവം കഴിയുന്നതിനൊരു 3-4 ദിവസം മുന്നേ എല്ലാ ദിവസവും രാത്രിക്ക് ഞങ്ങളിവിടെ ഉണ്ടാവും. കാരണം ആ സമയത്താണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വരേണ്ടത്. നല്ല തിരക്കായിരിക്കും ആ ദിവസങ്ങളിലൊക്കെ ഇവിടെ. അങ്ങനെ ചീമേനിയിൽ നിന്ന് യാത്ര ചെയ്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ ചീമേനിയിൽ തെയ്യം ഇപ്പൊ നിലവിൽ രാത്രിക്കാണുള്ളത്. കളിയാട്ടത്തിന്റെ അവസാന ദിവസം മാത്രമാണ് പകലുള്ളത്. അതായത് രാത്രി സമയത്തായിരിക്കും ഒരുപാട് ആൾക്കാർ വരിക. അതിന് വരുന്ന ദിവസങ്ങളൊക്കെ നല്ല തിരക്കായിരിക്കും. നമ്മളെന്തായാലും കഴിയുന്ന ദിവസമൊക്കെ പോകുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്ത് യാത്ര കഴിഞ്ഞിട്ടാണോ ഞങ്ങൾ വീട്ടിലെത്തി. അതിന്റെ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗുജറാത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചകൾ. ഇനിയും വരാൻ വേണ്ടി പോകുന്നതും നിങ്ങൾ ഇതുവരെ കാണാത്ത മനോഹരമായ കാഴ്ചകളാണ്. അതായത് നമ്മുടെ പഴയ മീറ്റർ ഗേജ് ട്രെയിനിന്റെ വീഡിയോ വരാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്ത് ട്രാൻസ്പോർട്ട് ഒരു വോൾവോ ബസ്സിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നേറിയ ഒരു കേബിൾ പാലം ഉണ്ട്. അതുപോലെ നമ്മൾ ട്രെയിനിൽ പോയ യാത്രാ വീഡിയോ ഒക്കെ ഉണ്ട് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ പറയാ, ഈ ഒരു ചെറിയൊരു യാത്ര എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ വീഡിയോ ബൈ.